സംസ്ഥാന സർക്കാർ പതറാതെ മുന്നോട്ട് പോയിട്ടുണ്ട്. ശമ്പളവും പെൻഷനും കൃത്യമായി നൽകാനും 4,71,000 പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനും പ്രതിജ്ഞാബദ്ധമായ നീക്കമാണ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ 2,000 രൂപയാക്കി ഉയർത്തിയത് 60 ലക്ഷം പേർക്കാണ് ആശ്വാസകരമാകുന്നത്. UDF കാലത്ത് വെറും 34 ലക്ഷമായിരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം ഇന്ന് 60 ലക്ഷമായി ഉയർന്നു. അന്ന് 600 രൂപയാണ് പെൻഷൻ തുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സാധാരണക്കാരോടുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലിൻ്റെ അടയാളമാണിതൊക്കെ. എന്നാൽ ഈ സാമ്പത്തിക വരിഞ്ഞുമുറുക്കൽ നമ്മുടെ കുതിപ്പിൻ്റെ വേഗത കുറക്കാൻ കാരണമാകുന്നുണ്ട്. അർഹമായ പണം കേന്ദ്രം തടഞ്ഞു വെക്കുന്നത് മൂലം നമ്മുടെ ആശുപത്രികൾ, സ്കൂളുകൾ ഇതിലെല്ലാമുള്ള വികസന പ്രവർത്തനങ്ങൾക്കും റോഡ് നവീകരണത്തിനുമെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അനീതിക്കെതിരെ കേരളത്തിൻ്റെ ശബ്ദം ഒന്നിച്ച് ഉയരേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യകരമായ അവസ്ഥയാണ്, സംസ്ഥാനത്തിൻ്റെ വികസനത്തെ തകർക്കാൻ കേന്ദ്രം നടത്തുന്ന ഈ നീക്കങ്ങളെ തുറന്നു കാട്ടാൻ സമീപനം സ്വീകരിക്കുകയല്ല പ്രതിപക്ഷം ചെയ്യുന്നത്. അതിനു പകരം സംസ്ഥാനത്തുള്ള പ്രതിപക്ഷം കേരളത്തിന് അർഹമായ വിഹിതം ചോദിച്ച് വാങ്ങുന്നതിന് കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസാരിക്കാൻ പോലും തയ്യാറല്ല, നിവേദനം നൽകാനും തയ്യാറല്ല. പ്രതിപക്ഷ നേതാവും UDF MPമാരും കേരളത്തിലെ ജനങ്ങളോട് കടുത്ത വഞ്ചനയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഇവർ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയ ലാഭത്തിനായി നാടിൻ്റെ വികസനത്തെ ബലി കൊടുക്കാനാണ് തയ്യാറാകുന്നത്. കേന്ദ്ര ഗ്രാൻഡ് ഇൻ എയ്ഡിൽ 15,309 കോടി 60 ലക്ഷം രൂപയുടെ കുറവ്, അത് 56%. ആ കുറവുണ്ടായിട്ടും ഇവർ മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായത് നിഷേധിക്കുമ്പോൾ സംസ്ഥാന താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതല്ലേ? കേരളത്തിനെ അപമാനിക്കാനും വികസനം മുടക്കാനും ലഭിക്കുന്ന സന്ദർഭങ്ങളൊന്നുപോലും ഇവർ പാഴാക്കുന്നില്ല എന്നതും ലജ്ജാകരമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ UDFൻ്റെ സമീപനം എന്താണ്? ലോക്സഭയിൽ 18 MPമാർ എന്ത് സമീപനമാണ് കൈക്കൊള്ളുന്നത്? എങ്ങനെ കേരളത്തിനുള്ള സഹായം കുറക്കാം എന്ന ലക്ഷ്യത്തോടെ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്താൻ തയ്യാറാകുന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ പൊതു താൽപ്പര്യത്തിനെതിരെ കേന്ദ്ര ഭരണകക്ഷിയോട് ചേർന്ന് നിൽക്കാനാണ് UDF ശ്രമിക്കുന്നത്. കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഈ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണം. IGST വിഹിതം ഉടനടി പുനഃസ്ഥാപിക്കാനും അന്യായമായി വെട്ടിക്കുറച്ച വായ്പാ പരിധി തിരികെ നൽകാനും കേന്ദ്രം തയ്യാറാകണം. GSDP കണക്കുകളിലെ അപാകത പരിഹരിച്ച് അർഹമായ കടമെടുപ്പ് അവകാശം കേരളത്തിന് നൽകാൻ തയ്യാറാകണം.